അതായത് രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചിരിക്കുകയാണ് അങ്ങേ VD സതീശനും MA ബേബി ഒന്നും സുരക്ഷാ വിദഗ്ധരാകണ്ട, AC റൂമിലിരുന്ന് സുരക്ഷയെപ്പറ്റി അഭിപ്രായം പറയണ്ട, അവിടെ പോകണമെങ്കിൽ ആർമി യൂണിഫോം നൽകാൻ താൻ ശ്രമിക്കാമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ പറയുകയാണ്. ഒന്നാമത്തെ ഈ കേരള രാഷ്ട്രീയം എന്താണ്, കേരളം എന്താണ് എന്ന് തിരിച്ചറിവില്ലാത്ത ഒരാൾ പറയുന്നതാണ്. അദ്ദേഹത്തിന് ഇതുവരെ കേരളം എന്താണെന്നും മനസ്സിലായിട്ടില്ല. ഒന്ന് ഞങ്ങൾ പറഞ്ഞത് എന്താണ്, നമ്മളൊരു വിഷയം ഉണ്ടാവും, ഇതുപോലത്തെ കാശ്മീർ സ്ഫോടനം ഉണ്ടാവുമ്പോൾ രാജ്യസ്നേഹമുള്ളവരെല്ലാവരും, നിങ്ങളും ഞാനും അടക്കം ചിന്തിക്കുന്നത് എന്താ, ദൈവമേ ഇതിന്റെ പേരിൽ ഇനി വീണ്ടും ഒരു കലാപമൊന്നും നമ്മുടെ രാജ്യത്ത് നടക്കരുത്, അല്ലേ, ഒരു കുഴപ്പം ഉണ്ടാകരുത്. അതല്ലേ നമ്മൾ പറഞ്ഞല്ലോ. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, രാഷ്ട്രീയം പറയേണ്ട സമയമല്ല ഇത്. കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ പോലും നമ്മൾ ആരും തയ്യാറായില്ല. നമ്മൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം. നമ്മുടെ രാജ്യത്തിന് നേരെയുള്ള ഭീഷണിയാണ്, നമ്മുടെ നെഞ്ചിലാണ് വെടിയുണ്ട തറച്ചിരിക്കുന്നത് എന്ന് ദേശസ്നേഹത്തോടു കൂടിയാണ് ആ വാക്ക് പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിന് ഇത് നമ്മൾ എന്താണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. നിങ്ങൾ ചോദിക്കണ ചോദ്യം എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലാവില്ല. അപ്പോൾ വായി തോന്നിയതൊരു പറഞ്ഞതാണ്. എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അദ്ദേഹം കാണിച്ചില്ല. പിന്നെ മലയാളം അറിയാൻ പാടില്ലാത്തത് കൊണ്ടുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹം ഇന്നലെ നടത്തി. ഞാനത് ഇഗ്നോർ ചെയ്തു. നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, പാവമാണ്, അതങ്ങനെ പറഞ്ഞോട്ടെ. അത് മനസ്സിലായിട്ടില്ല, നമ്മൾ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് പറയണത്. ഞങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെയാണ്, രാജ്യത്തിൻ്റെ കൂടെ, അല്ലാതെ നിങ്ങളെല്ലാം കേട്ടല്ലേ. ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ അങ്ങനെ ഒരു വിവാദ പ്രസ്താവന പറഞ്ഞോ ഇന്നലെ? ആരോ ചോദിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ ഒന്നും. ഞങ്ങളാരും അങ്ങനെ പറയില്ല. രാജ്യം വേവുകയാണ്, അല്ലേ, മനസ്സ് വേവുകയാണ്, എല്ലാവരുടെയും മനസ്സ് വേവുകയാണ്. ആ സമയത്ത് നമ്മൾ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കില്ല, അതിൽ രാഷ്ട്രീയം കാണാൻ നമ്മൾ ശ്രമിക്കില്ല. പിന്നെ ഇന്ത്യയിലെ മിലിറ്ററിയുടെ യൂണിഫോം കൊടുക്കുന്ന ഇയാളാണ്, കേരളത്തിലെ BJP പ്രസിഡന്റാണ് മിലിറ്ററിയുടെ യൂണിഫോം കൊടുക്കുന്നത്. ഞാൻ എന്താ ഇതിനൊക്കെ മറുപടി? ചുമ്മാ വിട്ടേക്ക്, നിങ്ങൾ കാര്യമാക്കുന്നത്. ഇന്ന് ഈ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആദായ നികുതി അടയ്ക്കാത്ത വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരുടെ പേരുവിവരങ്ങൾ ചോദിച്ച് AEO അരീക്കോട് AEO കത്തയച്ചിരിക്കുകയാണ് HMമാർക്ക്. ഇപ്പോൾ വിവാദമായതോടുകൂടി അല്പസമയം മുമ്പ് അത് പിൻവലിച്ചിട്ടുണ്ട്. നമ്മൾ എത്ര സാമാന്യ ബുദ്ധി ഇല്ലാത്തവരാണ് ഇവരെന്ന് അവർ തെളിയിക്കല്ലേ. ഇങ്ങനൊരു നോട്ടീസ് അയക്കാമോ? ആരെങ്കിലും വിവരാവകാശ പ്രകാരം ഇങ്ങനെ കൊടുത്താൽ, വിവരാവകാശ നിയമം എന്താണെന്ന് അറിയണ്ടേ, ഇങ്ങനെ ഒരു നോട്ടീസ് താഴേക്ക് കൊടുക്കാമോ? നടപടി എടുക്കണം അവർക്കെതിരെ, ചെയ്തവർക്കെതിരെ. ഞാൻ നോക്കാം, അതൊക്കെ ഓരോരുത്തരുടെ യുക്തിയാണ്, മനസ്സിലായ. നമ്മൾ പ്രൊപ്രൈറ്റി എന്നുള്ളൊരു വാക്കുണ്ട് ഓരോ സമയത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച്. ഞങ്ങൾ എന്താണ് ചെയ്തത്? ഞാനിവിടെ നിലമ്പൂരി ഞങ്ങൾ പരിപാടി വെച്ചിരുന്നത്, ഇതേ മീറ്റിംഗ് ഞങ്ങൾ വെച്ചിരുന്നത്. ഞങ്ങൾ 3 ദിവസത്തെ ദുഃഖാചരണം മറ്റ് ഇവിടുത്തെ പോപ്പിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി. ഇന്നലെ എന്ന് പറയുന്നത് നമുക്കാർക്കും ഒരു പരിപാടി പങ്കെടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. നമ്മളെല്ലാം തകർന്നു പോയില്ലേ ഇത് കേട്ടിട്ട്. ഒരു മലയാളി ഉൾപ്പെടെയല്ലേ 26 പേര്, ഇനി മലയാളി ഇല്ലാന്ന് കരുതി 26 പേര് ടൂറിസ്റ്റുകളായി പോയ ആളുകളെ തീവ്രവാദികൾ വെടിവെച്ചു കൊന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കണം നമ്മൾ എന്താ ചെയ്യേണ്ടത്. ഞാനത് അതിനെ കുറിച്ചൊരു കമൻറ്റ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ ഒരു പ്രൊപ്രൈറ്റി ഉണ്ട് ഓരോ കാര്യത്തിൽ, അത് അവരും അതാത് പാർട്ടികൾ തീരുമാനിക്കട്ടെ. PV അൻവറിന്റെ കാര്യത്തിലൊരു തീരുമാനമായോ? താങ്കൾ അന്നേ പറഞ്ഞൊരു കാര്യമായിരുന്നു, വാതിൽ അടച്ചിട്ടുമില്ല തുറന്നിട്ടില്ല, വാതിൽ തുറക്കാനുള്ള തരത്തിലുള്ള ചർച്ചകളാണ്. അദ്ദേഹം ഞങ്ങളുമായിട്ട് ഇപ്പോൾ സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്, മനസ്സിലായില്ലേ? പൂർണ്ണമായിട്ട് സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളും പറഞ്ഞു. പിന്നെന്താ അതിൻ്റെ അകത്ത് സംശയം? ഇനിയൊരു സംശയത്തിനിടയില്ല, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞല്ല അന്ന് വാതിൽ അടച്ചിട്ടില്ല എന്ന്, മനസ്സിലായില്ല, അടച്ചിട്ടില്ല എന്ന് മനസ്സിലായില്ല. അല്ലല്ല, അതല്ല, അത് UDF അല്ലേ യോഗം കൂടുന്നത്. അദ്ദേഹത്തിന് UDFിലേക്ക് എടുത്തിട്ടില്ലല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞത് വളരെ ക്ലിയർ അല്ലേ. ആ കാര്യത്തെക്കുറിച്ച് UDFിന്റെ ഘടകകക്ഷികളൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് എല്ലാവരും, കോൺഗ്രസ് ഒറ്റയ്ക്കാണ് തീരുമാനിക്കുന്നത്, അതിൽ ചെറുതും വലുതൊന്നുമില്ല, എല്ലാ ഘടകകക്ഷികളുമായിട്ട് സംസാരിച്ച് തീരുമാനമെടുക്കും കറക്റ്റായിട്ട്. അപ്പോൾ ഇപ്പോഴും ഒരു വാക്ക് പറയുമ്പോൾ അടച്ചിട്ടില്ല തുറന്നിട്ടില്ല എന്ന് പറഞ്ഞതിൽ ഒരു അർത്ഥമാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അല്ല, അത് ആരുടെ അനുസ്മരണ ദിനം വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. ഇപ്പോൾ കോൺഗ്രസ്സുകാരനായ കോൺഗ്രസ്സുകാരനായിരുന്ന RSSനെ നിരോധിക്കണം നടപടിയെടുത്ത സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ അവരുണ്ടാക്കി വെച്ചില്ലേ. അപ്പം അവർക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരു പൈതൃകമില്ല അവർക്ക്. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അവർ പങ്കെടുത്തിട്ടില്ല, ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടില്ല. ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളെ ബ്രിട്ടീഷ് പട്ടാളത്തിന് ഒറ്റിക്കൊടുക്കുന്ന ജോലിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ പൈതൃകം ഇല്ലാത്തതുകൊണ്ട് ഇനി വല്ല കോൺഗ്രസ്സുകാരെയൊക്കെ പിടിച്ച്
ആരെങ്കിലുമൊക്കെ പിടിച്ച് ഞങ്ങൾ ഇതിൻ്റെ ആളുകളാണെന്ന് വരുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ്. സർ സി ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്ന ഒരാളാണ്. സർദാർ പട്ടേൽ കോൺഗ്രസ് നേതാവായിരുന്ന ആളാണ്. നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആളാണ്. മനസ്സിലായല്ലേ? ഇന്ന് നമ്മളൊക്കെ മരിച്ചുപോയാൽ ഇവർ അത് പറയുമെന്ന് എനിക്ക് പേടി. കോൺഗ്രസ് അവഗണിച്ചു എന്നാണ് ആരോപണം. കോൺഗ്രസ് ഒന്നും അവഗണിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ എല്ലാ ആഘോഷവും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നടത്തുന്നുണ്ട്. KPCCയിൽ പരിപാടി നടക്കുന്നുണ്ട്, കൊച്ചിയിൽ പരിപാടി നടക്കുന്നുണ്ട്, എല്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും കേരളത്തിൽ പരിപാടി നടത്തുന്നുണ്ട്. ഞങ്ങളുടെ നേതാവിനെ അവഗണിച്ചില്ലെന്ന് അവരല്ലല്ലോ അന്വേഷിക്കേണ്ടത്. അവർ ഇപ്പോൾ ഗാന്ധിയുടെ അവിടെ കൊണ്ടുപോയി പൂക്കളർപ്പിക്കും, എന്നിട്ട് വേറൊരു RSSകാരൻ ഗാന്ധിയുടെ പടത്തുമ്മലേക്ക് വെടിവെക്കും. ഇതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കണല്ലേ, തമാശകളല്ലേ.